ഹലോ ഓൾ, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NAS സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ചാണ്. ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചില സീക്വൻസുകളുമായി ബന്ധപ്പെടുത്തിയ പലതരത്തിലുള്ള സീക്വൻസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ചില കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില സീക്വൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ AP എന്ന് പറയുന്ന ഇവയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഒരു ക്രിക്കറ്റ് മത്സരം ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ക്രിക്കറ്റിൽ ഒരാൾ ബൗണ്ടറിക്ക് അപ്പുറം ഉയർത്തിയടിച്ചാൽ 6 റൺസാണ് നമ്മൾ 6 എന്ന് പറയുന്നു. ഒരു ഓവറിൽ 6 പന്തുകളാണുള്ളത്. അങ്ങനെ ഒരു ഓവറിലെ എല്ലാ പന്തുകളും അയാൾ 6 അടിക്കുകയാണെങ്കിൽ നമുക്ക് 36 റൺസുകളാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ടീമിന്റെ ഓരോ ബോള് വരുമ്പോഴും ആ ടീമിന്റെ സ്കോറുകൾ നമ്മളൊന്ന് എഴുതി നോക്കാം. ഒരു ബോളിൽ അയാൾ 6 അടിച്ചു, അപ്പോൾ ടീമിന്റെ സ്കോർ 6 ആയിരിക്കും. രണ്ടാമത്തെ ബോളിൽ 6 അടിച്ചാൽ ടീമിന്റെ സ്കോർ 12 ആകുന്നു. മൂന്നാമത്തതിലും അടിച്ചാൽ 18 ആകുന്നു. വീണ്ടും അടിച്ചാൽ 24 ആകുന്നു, 30 ആകുന്നു, 36 ആകുന്നു. പിന്നെ 6 അടിക്കും തോറും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് ഇതിനെ ഒരു സീക്വൻസ് ആക്കി എടുത്താൽ ഇവിടെ വരുന്നത് ഒരു കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ കൃത്യമായ ഒരു നമ്പർ ആവർത്തിച്ചു വരുന്ന ഒരു സീക്വൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവയുടെ ഓരോന്നിന്റെ ഇടയിലുള്ള വ്യത്യാസം, ഇപ്പൊ 12ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 12 - 6 = 6 ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം 6, ഇവയും 6. ഇങ്ങനെ ഒരേ വ്യത്യാസം മാത്രമുള്ള ഒരു സീക്വൻസ് ആണ് ഉള്ളത് എന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ AP എന്ന് പറയാം. ഇനി ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? വേണമെങ്കിൽ 2, 4, 6, 8, 10, 12 പോലെയുള്ള ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. കാരണം എന്താണ്? ഇവക്ക് തമ്മിൽ വ്യത്യാസം കൃത്യമായിട്ട് 2 മാത്രമാണ് ഉള്ളത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: 4, 7, 10, 13, 17, 20 ഇങ്ങനെ പറയാം. കാരണം എന്താണ്? വ്യത്യാസം 3 ആണ്. ഇങ്ങനെ പോകുന്നു. 5, 10, 15, 20, 25 ഇങ്ങനെ പോയാലും അതിന്റെ വ്യത്യാസം എന്താണ്? ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ പ്രകാരം, ആ തിയറി പ്രകാരം ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ AP ആയിട്ട് നമുക്കിവിടെ പരിഗണിക്കാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേം ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോമൺ ഡിഫറൻസസ് എന്നാണ്. കോമൺ ഡിഫറൻസസ്. ഈ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ എഴുതിയത് പ്രകാരം ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ D കൊണ്ടാണ്. ആ വ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയെങ്കിൽ നോക്കൂ, ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവിടുത്തെ D എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇവിടെ D എന്ന് പറയുന്നത് 5 ആണ്. ഇങ്ങനെ ഒരു കോമൺ ഡിഫറൻസ് കൃത്യമായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ഇനി ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഒരു ഉദാഹരണത്തിന് 3, 6, 9, 12, 15 പോലെയുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് എടുക്കാം. അപ്പൊ ഇതിലെ ആദ്യത്തെ ടേം ഇത്, അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ടേം ഇതിനെ സൂചിപ്പിക്കുന്നത് പല പേരുകളായിട്ട് സൂചിപ്പിക്കാറുണ്ട്. X1 എന്ന് സൂചിപ്പിക്കാറുണ്ട്, അതായത് ഫസ്റ്റ് ടേം എന്നുള്ള രൂപത്തിൽ X1 എന്ന് സൂചിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ F എന്ന് സൂചിപ്പിക്കാറുണ്ട്, ഫസ്റ്റ് ടേം എന്നുള്ള തരത്തിൽ. ഇങ്ങനെ പലതരത്തിൽ ഇതിനെ സൂചിപ്പിക്കാറുണ്ട്. ഇനി ഇവ തമ്മിലുള്ള പൊതു വ്യത്യാസം എത്രയാണ്? അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 3 ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. അതിനോട് കൂടെ ഒരു കോമൺ ഡിഫറൻസ് ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ കിട്ടുന്നത് സെക്കൻഡ് ടേം ആയിട്ടുള്ള X1 ആണ്.
വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. x1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം. ആ ഒന്നാമത്തെ പദത്തോടു കൂടി ഒരു കോമൺ ഡിഫറൻസ് ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് രണ്ടാമത്തെ പദം കിട്ടി. നോക്കൂ, ഒന്നാമത്തെ പദം 3 ആ ഒന്നാമത്തെ പദത്തിന്റെ 3 അതിനോട് കൂടെ ഞാൻ ഒരു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 1 × 3 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അത് ആഡ് ചെയ്തപ്പോൾ 3 + 3 6 ആണ് കിട്ടിയത്. ഈ 6 എന്ന് പറയുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ പദമാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പദം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ പദത്തോട് കൂടി ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? x1 എന്ന് പറയുന്ന ആദ്യ പദത്തോട് കൂടി 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എനിക്ക് x3 മൂന്നാമത്തെ പദമാണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് കിട്ടുന്നത് 20ാമത്തെ പദമാണ് എങ്കിൽ ഞാൻ അതിന് ആഡ് ചെയ്യേണ്ടത് ഒന്നാമത്തെ പദത്തോട് കൂടി 19 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എനിക്ക് 20ാമത്തെ പദം കിട്ടും. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് 124ാമത്തെ പദം കിട്ടണമെങ്കിൽ ഞാൻ ഒന്നാമത്തെ പദത്തോടു കൂടി 123 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതുപോലെ തന്നെ nth ടേം എങ്ങനെ കാണാം, അതുപോലെ തന്നെ ഫസ്റ്റ് ടേമുകളുടെ ഒരു നിശ്ചിത ടേമുകളുടെ ഫസ്റ്റ് n ടേമുകളുടെ തുക സം എങ്ങനെ കാണാം, അവയുടെ ഡിഫറൻസുകൾ എങ്ങനെ കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ പറയുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.